അവരൊക്കെ ഇന്ന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അവർക്കത് പറയാം. ഈ സർക്കാരിനോട് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. കാരണം ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടി അന്യഭാഷകളിൽ, തെക്കേ ഇന്ത്യൻ ഭാഷകളിൽ വളരെ പ്രധാനപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. നാം കരുതുന്നത് ഇതിനേക്കാളൊക്കെ പല മടങ്ങ് വലിയ സിനിമാ വ്യവസായമാണ് അവിടങ്ങളിൽ ഉള്ളത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളും കൂടുമല്ലോ. അതിൻ്റെ കാവൽക്കാരായി ഇത്തരം പൾസർമാരും ബൗൺസർമാരും ഒക്കെ അവിടെയും ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടെയും ഒരു തൊഴിലരക്ഷിതത്വം, ഒരു ജീവ അരക്ഷിതത്വം ഇവരൊക്കെ നേരിടുമല്ലോ. പക്ഷേ അവിടെ എങ്ങും ഇത്തരം ഒരു സംഭവങ്ങളും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് സജി നന്ദ്യാട്ട്? അപ്പോൾ ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം ഒരു മലയാളിയായ നടി ഇങ്ങനെ വേട്ടയാടപ്പെട്ടത് എന്തുകൊണ്ട്? ഇപ്പോൾ ഇതിനു മുൻപ് 3 നടിമാർ വേട്ടയാടപ്പെട്ടത് എന്തുകൊണ്ട്? നേരത്തെ മേനകയുടെ കാര്യം പറഞ്ഞു. മേനകയായിരുന്നില്ല ലക്ഷ്യം, മറ്റൊരു പ്രധാനപ്പെട്ട നടിയായിരുന്നു. അവരെ കിട്ടാതായപ്പോഴാണ് ഈ മേനകയെ നടുറോഡിലേക്ക് ഇറക്കി വിട്ടത്. അപ്പോൾ ആസൂത്രിതമായി ഒരു പ്രത്യേക വിഭാഗം ഈ സിനിമയ്ക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് ഒരു തൊഴിൽ നഷ്ടവും ഉണ്ടാകുന്നില്ല. നടിമാർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുന്നുണ്ട്, വിലക്കുണ്ടാകുന്നുണ്ട്. ഇവർക്ക് വിലക്കില്ല, തൊഴിൽ നഷ്ടമില്ല. ആരാണ് ഉത്തരവാദി? പൾസർ മാത്രമാണ് ഇതിന് ഉത്തരവാദി. വേണു, ഈ സൂപ്പർ പ്രൈം ടൈമിൽ ആമുഖത്തിൽ വേണു പറഞ്ഞ ഇൻട്രഡക്ഷൻസ് എല്ലാം വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ മൊന എങ്ങോട്ടാണ് നീളുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞാനിതിലേക്കൊന്നുമല്ല പോണത്. ഇന്നലെ എറണാകുളത്ത് നടന്ന വൈകാരികമായ കുറേ സംസാരങ്ങൾ അവിടെ നടന്നു. ആ ഒരു മീറ്റിങ്ങിൽ ഞാൻ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിൻ്റ്, നമ്മുടെ പ്രധാനപ്പെട്ട നടിയായ നമ്മുടെ നടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്, ഒരു ക്രിമിനൽ ഗൂഢാലോചന. എന്തിനാ പേര് വിളിക്കുന്നത്? വാചകത്തിലേക്കാണ് ഞാൻ ഇന്നലെ ദർബാർ ഹാളിൽ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വന്നവരെല്ലാവരും വലിയ സാഹിത്യ ഭാഷയിൽ സംസാരിച്ചു, കണ്ണീർ വാർത്തു, വികാര കാര്യങ്ങൾ പറഞ്ഞത്. കാരണം എന്താണ്? ഒരാൾ അകത്തിരുന്ന് അനുഭവിക്കുന്നു, അനുഭവിച്ച ഒരാൾ പുറത്തു വന്നതെന്ന് അത് പറയുന്നു. ഞാൻ ആ പോയിന്റിലേക്കാണ് മിസ്റ്റർ വേണു വരുന്നത്. കാരണം അവിടെ ദർബാർ ഹാളിൽ നിന്ന മുഴുവൻ ആൾക്കാരും പറഞ്ഞത് വൈകാരിക പ്രകടനമാണ്, അവരുടെ വിഷമമാണ്. പക്ഷേ മഞ്ജു പറഞ്ഞ വാചകത്തിലാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്. മഞ്ജു വെറുതെ വന്ന് പറയുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. കാരണം മഞ്ജു പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു. എപ്പോൾ, ഏത് സാഹചര്യത്തിൽ മഞ്ജു പറഞ്ഞിരിക്കുന്നു? ഈ ആക്രമിക്കപ്പെട്ട നടിയെ സന്ദർശിച്ചതിന് ശേഷമാണ് മഞ്ജു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു. സംതിങ് ഈസ് ബിഹൈൻഡ് ദ കർട്ടൻ. പക്ഷേ നന്ദ്യാട്ട് ഐക്യത്തോടെ ഇവരെല്ലാവരും പറയുന്നത്, നന്ദ്യാട്ട് ഒരു നിമിഷം, ഐക്യത്തോടെ ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ കുഴപ്പക്കാരല്ല, ഈ മേഖലയും കുഴപ്പം പിടിച്ചതല്ല, ഏതോ ഒരു പൾസർ അറിയാതെ അകത്തു വന്നു, ഇനി 1-2 പേര് ഇങ്ങനെ ഉള്ളവരുണ്ടാകാം, ഇനി നമുക്ക് മതിയായ മുൻകരുതലോടെ ഇത് പരിഹരിക്കാം, ഇവന്മാരെ പുറത്താക്കാം. ഇങ്ങനെ മാത്രം പറയേണ്ടവരാണോ ഇവർ? ഈ പൾസറൊക്കെ അറിയാതെ ഇതിനകത്തേക്ക് കടന്നുകൂടിയ കീടങ്ങൾ മാത്രമാണോ? ഒരിക്കലുമില്ല. ഞാൻ ഇതിനകത്ത് രണ്ട് പക്ഷം, ഞാൻ 2 കാര്യങ്ങൾ അനുമാനിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് പൾസർ സുനി ചെയ്ത, അറിഞ്ഞുകൊണ്ട് ചെയ്ത, വേറെ ആരും പങ്കില്ലാതെ ചെയ്ത, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചെയ്ത, പണം തട്ടാൻ ചെയ്ത ഒരു കാര്യമായിട്ട് ഇതിനെ കാണണം. മറ്റൊരു വേഷൻ, ഇതിൽ പൾസർ സുനി പറയുന്നു ഈ നടിയോട് ഇത് കൊട്ടേഷൻ ആണെന്ന്. എങ്കിൽ ആര് ഈ കൊട്ടേഷൻ കൊടുത്തു? അവിടെയാണ് ചോദ്യം. അപ്പോൾ മലയാള സിനിമയിൽ തന്നെയുണ്ട് വില്ലൻ. അങ്ങനെയെങ്കിൽ ഈഫ് എന്ന വാചകം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്, ഈഫ് എന്ന വാചകം ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിൽ തന്നെ വില്ലനുണ്ട്. ഈ 2 സാധ്യതകളല്ലാതെ മറ്റൊരു സാധ്യതയും ഈ സംഭവത്തിന് ഇല്ല എന്ന് ഞാൻ ഈ ചാനലിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഒന്നില്ലെങ്കിൽ പൾസർ സുനി എന്തായാലും ഹോംവർക്ക് നടത്താതെ ഈ പ്രോഗ്രാം ചെയ്യില്ല. അത്താണിയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പഴയ ഡ്രൈവർ പുതിയ ഡ്രൈവറുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയാണ് ഈ വണ്ടിക്കുള്ളിൽ കയറിയിരിക്കുന്നത്. മാത്രമല്ല ഒരു കാറ് മാറിയാണ് കയറിയിരിക്കുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് വലിയ ഹോംവർക്ക് ഉണ്ട്. ഇത് ആര് നടത്തി? പൾസർ സുനി മാത്രമാണോ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത്? അവിടെയാണ് മഞ്ജു വാര്യർ പറഞ്ഞ വാചകത്തിന് പ്രസക്തി. ഞാനത് കൊട്ടേഷൻ മാർക്കിൽ ഇടുകയാണ്. ഇന്നലെ അവിടെ നടന്ന മുഴുവൻ ആൾക്കാരുടെയും പ്രസംഗം ഞാൻ ശ്രമിച്ചയാളാണ്. പക്ഷെ മഞ്ജു വാര്യർ പറഞ്ഞ വാചകത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന, അതെന്താണ്? അത് തെളിയിക്കേണ്ടത് നമ്മൾ ആരുമല്ല, പോലീസാണ്. നിരപരാധികളെ ക്രൂശിക്കപ്പെടാൻ പാടില്ല.
നമ്മൾ ആടിനെ ശരി, പട്ടിയാക്കി ശരി, പോലീസിന്റെ പണി പോലീസ് എടുക്കട്ടെ. പക്ഷേ ശ്രീ നന്ദ്യാട്ട്, താങ്കൾ എന്തായാലും ഈ പ്രതികരണത്തിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഈ പൾസറിന്റെ ഈ രണ്ടാമത്തെ പദ്ധതിയാണ് നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ സിനിമാ രംഗത്തിനകത്താണ് അതിന്റെ ഉത്തരവാദി. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ സിനിമാ രംഗം പുറത്ത് ഇവർ ഇപ്പോൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വിലപിച്ചറിയിക്കുന്ന പോലെ വിശുദ്ധരുടെ ഒരു മേഖലയല്ല എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് അതിൽ വിശുദ്ധി ഇല്ലാത്തവരുടെ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ആ മേഖലയിൽ നടക്കുന്നത്? ഇപ്പോ ശ്രീ വേണു പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. വേണു പറഞ്ഞല്ലോ, ഞങ്ങൾ നടിമാരെ സംരക്ഷിക്കുന്നില്ല, അവരുടെ ചാൻസ് കിട്ടുന്നുണ്ടോ തിരക്കുന്നില്ല. വേണു, പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിന് നേരത്തെ തന്നെ ഡിസ്കഷൻ നടത്തി അവിടെ അഡ്വാൻസ് കൊടുത്ത ഒരു പ്രോജക്റ്റ് വരുമ്പം നോ എന്ന് പറയാൻ പറ്റില്ല. അതിൽ നായകനാരും നായികയായി എന്ന് ചോദിക്കാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അവകാശമില്ല. രണ്ട്, ചേംബറിൽ വരുന്ന പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇന്ന പടത്തിന്റെ പേര് അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് കിട്ടപ്പെടണം. ഇന്ന പ്രോജക്റ്റ് നിഷ്കളങ്കനാകരുതേ നന്ദ്യാട്ട്. ഒരു പ്രോജക്റ്റ് എങ്ങനെ വരുന്നു, ആ പ്രോജക്റ്റിൽ ആരൊക്കെ വേണം, ആ പ്രോജക്റ്റിനെ ആദ്യം കേൾക്കുന്ന ഒരു പക്ഷേ ഡ്രൈവർ ആയിരിക്കും, അല്ലെങ്കിൽ കൂടെ നടക്കുന്ന മേക്കപ്പ് മാൻ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ കലാവ്യവസായം എന്നുകൂടി നിങ്ങൾ പറയുന്ന മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രാജാക്കന്മാരായി ചിലർ വിലസുന്നുണ്ട്. അവരുടെ രാജകീയ സദസ്സിൽ പ്രവേശനമുള്ളവരെന്നും ഇല്ലാത്തവരെന്നും അവരൊരു പട്ടിക നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ പിൻപറ്റേണ്ടവർ മാത്രമാണ് നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങൾ വിനീത വിധേയരാണ്. പിന്നെ ഇത്തരം ചർച്ചകളിലൊന്നും വന്നിരുന്ന് ഒരു തരത്തിലുള്ള വികാരപ്രകടനവും നടത്തിയിട്ടും കാര്യമില്ല. ശ്രീ നന്ദ്യാട്ട്, എവിടെയോ ഒരു പ്രോജക്റ്റ് ഉണ്ടായി, എല്ലാം നിശ്ചയിക്കപ്പെട്ടു, ഞങ്ങളാകട്ടെ ഇതാകെ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട പാവം കാശ് മുടക്കുന്ന ആളുകൾ. ഇങ്ങനൊരു നിസ്സഹായതയുണ്ടോ എവിടെയെങ്കിലും? വേണു, സിനിമയിൽ ലോബി ഉണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. സിനിമയിൽ ലോബി ഇല്ലെന്ന് ആരാ പറഞ്ഞേ? അത് എവിടെയാണ് ഇല്ലാത്തത്? സിനിമയിൽ ലോബിയുണ്ട്. ആ ലോബി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് ആർക്കും തടയാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. രണ്ട്, ഒരു നടനോ നടിക്കോ പ്രശ്നമുണ്ടെങ്കിൽ അവർ എവിടെയാണ് ഉന്നയിക്കേണ്ടത്? അത് അമ്മ എന്ന് പറയുന്ന അവരുടെ സംഘടനയിലാണ്. ഞങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. വേണു, അങ്ങനെ പറഞ്ഞു പോകരുത്. രണ്ടാമത്തെ കാര്യം, തെറ്റിദ്ധരിക്കപ്പെടൽ, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇടപെടാൻ പറ്റുന്നത്? ഞങ്ങളുടെ ഒരു നിർമ്മാതാവിനെ വിളിച്ചിട്ട് ഇന്ന നടിയെ അതിൽ അഭിനയിപ്പിക്കണമെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല മിസ്റ്റർ വേണു. ശരി, ശ്രീ ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. പാർവതി, മഞ്ജു വാര്യരൊക്കെ തിരിച്ച് സിനിമയിൽ പ്രവേശിക്കുന്നതിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു എന്നതും ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നൊരു വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അരുൺ കുമാർ, ലെഫ്റ്റ് ചെയ്ത ആൾ, അദ്ദേഹം മഞ്ജുവിനെ വെച്ചൊരു പുതിയ സിനിമ ചെയ്യാൻ ആലോചിച്ചു. ഇടപെടലുണ്ടായി. വിനയനോട് ഈ ചർച്ചയിൽ വരരുതെന്ന് പറയാൻ മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ട ഇടപെടലിനെ, ലിബർട്ടി ബഷീറിന് പിൻവാങ്ങുന്നത് അവസാന നിമിഷത്തിൽ അങ്ങനെ മാത്രമായി കാണേണ്ട ഇടപെടലിനെ, ആരെങ്ങോട്ട് എങ്ങനെ പോകണം, എങ്ങനെ നീങ്ങണമെന്ന് നിയന്ത്രിക്കുന്ന ചരടുകളുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനൊരു പെരിഫറി എഫിമറലാണ്. ഞാൻ ഏതോ ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. എനിക്ക് സിനിമയുടെ ബിഗ് ലീഗിനെ കുറിച്ചും അതിൻ്റെ വലിയ സിനിമകളിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കേട്ടറിവുണ്ട്. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ സത്യസന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അറിയുമായിരുന്നേ ഞാൻ പറഞ്ഞേനെ. എനിക്ക് വ്യക്തിപരമായി ആരോടും ഒരു അടിമത്തം ഇല്ലാത്ത ഒരാളാണ്, ഞാൻ പറഞ്ഞേനെ. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ബിഗ് ലീഗുകളെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദമൊന്നും എനിക്കില്ല. രഞ്ജിത്തേട്ടൻ പറയും അതിനെക്കുറിച്ച്, എനിക്ക് അങ്ങനെ ഇല്ല. എങ്കിലും ഞാൻ പറയുന്നത് മഞ്ജു വാര്യർ തിരിച്ച് കയറുന്നതിന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരുപക്ഷെ പിന്തുണച്ചതിന്റെ പേരിൽ ബിജു മേനോന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് പിന്നെ റൂസ്റ്റ് ആൻഡ് റൂസ് ഇങ്ങനെ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു. അത് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അത് പക്ഷെ ഒരു സ്നേഹത്തിൻ്റെ പുറത്തുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഈ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ക്ലാനിഷ് ആയിട്ടുള്ളൊരു സൗഹൃദമുള്ളവരാണ്, ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു വലിയ സംഘമാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും. കാരണം ഈ വിവാഹ വൈകാരിക താല്പര്യങ്ങളൊക്കെ ആണോ? അല്ല, അങ്ങനെയാണ്. ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ആയിട്ട് കൊടുക്കുന്ന ധാർഷ്ട്യമുണ്ട്. അതാണ് അമ്മയുടെ നിയമാവലി, അതിനപ്പുറമൊന്നുമില്ല. ശ്രീമതി പാർവതി, ഞാനിതിനെ ചോദ്യം ചെയ്യാനും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്തായാലും മഞ്ജുവിന് ഇങ്ങനെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അരക്ഷിതയായി വന്ന് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് പറയുന്നു, ഒരാളും അത് ഏറ്റെടുക്കുന്നില്ല. അമ്മ ഏറ്റെടുത്തു. പറയാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം? പൊതുസമൂഹം നൽകുന്നതാണ്, ആ സംവിധാനത്തിലില്ല. അമ്മയിലാണെങ്കിൽ മഞ്ജുവിന് ഈ പറയുന്നതും അത് പുറത്തറിയുന്നതും എങ്ങനെയായിരിക്കും? ആര് ഏറ്റെടുക്കും അത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒറ്റ സംഘടന മതിയോ? ഒറ്റ സംഘടനയാണ് നടക്കുന്നത് എങ്കിൽ അവിടെ സംഘടനാ പ്രവർത്തനമില്ല.
ഒരു വാക്കെതിരെ വരുമ്പോഴാണ് ഒരു പക്ഷം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു എതിർപക്ഷമില്ല അമ്മയ്ക്ക്. നമുക്കൊരു പാർവതി ഒരു സമാന്തര സിനിമാ നടിമാരുടെ സംഘടന കൂടെ വേണ്ടേ? നമുക്ക് ഒരു MP ആണ് അമ്മയുടെ ഭാരവാഹിയായിട്ടുള്ള, എന്തുകൊണ്ട് ഇന്നസെന്റ് ഏട്ടനെ വിളിച്ചില്ല ഈ പരിപാടിക്ക്? അത് എന്തുകൊണ്ട് അവര് അങ്ങനെയുള്ള ഈ ചർച്ച ഇന്നസെന്റ് ഒന്നും വരുന്ന പ്രശ്നമേ ഇല്ല. കാരണം ആരും വരില്ല. കാരണം മാധ്യമങ്ങൾ ഇത് വക്രീകരിക്കുന്നു. ഇങ്ങനെയല്ല ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്, ശ്രീ വിനയനല്ല ഈ ചർച്ചയിൽ വരേണ്ടത്. അവർ വരില്ല. അവർ വരുന്നു എന്ന് പറയുന്ന ആളുകൾ വരരുത് എന്നും ഉള്ള അഭിപ്രായമുള്ളവർ കൂടിയാണ്. അവർ വരുന്നില്ലെന്ന് എന്ന് പറഞ്ഞാൽ വിനയനാരിത് പറയാൻ ഒരു എതിർ ശബ്ദത്തെയും അംഗീകരിക്കും. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇങ്ങനെ കാണുന്നതിന് വരെ ഇവിടെ ഒരു ആ കുട്ടി ആക്രമിക്കപ്പെട്ടു, അതിന്റെ പേരിൽ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ആരുടെ നേരിലാണോ വിരൽ ചൂണ്ടുന്നത് അത് പോലീസ് പിടിക്കട്ടെ, ആരായാലും എന്താ. അതൊന്നും നടക്കാൻ പോകുന്നുണ്ടോ? എത്രത്തോളം ശ്രീമതി പാർവതി, എത്രത്തോളം? നമുക്ക് അടുത്ത ഘട്ടത്തിലെ പല വിഷയങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കണ്ടാൽ മതി. ശ്രീ രഞ്ജിത്ത്, ഇവിടെ മഞ്ജുവിന് ബുദ്ധിമുട്ടില്ലേ ഈ സിനിമയിൽ അതിജീവിക്കാൻ? ഒരു നടിക്ക് വിലക്കേർപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയുണ്ടായിട്ടില്ലേ? ഒരു നടന് ബിജു മേനോന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ അങ്ങേയറ്റം കുടുംബപരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമോ ആയിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ ഉരകലിൽ എപ്പോഴും സ്വയം തേച്ചും എനിക്ക് ആർക്കൊപ്പമാണ് എനിക്ക് നിൽക്കുമ്പോൾ മാറ്റുകൂടുന്നത് എന്ന് ഓരോ നടീനടന്മാരും വിചാരിക്കേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടായിക്കൂടാ? അല്ല, വേണു ഇപ്പോൾ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ചെവിയിലുമൊക്കെ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ ഒരു കാര്യം നേരത്തെ വിനയൻ ചേട്ടനും സജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളും, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളെങ്കിലും ഇതുമായി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. സത്യസന്ധമായ കാര്യമാണ്. അല്ല, ഞാനത് ഇതിനു വേണ്ടി ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നത്. മറുവശമുണ്ട്. എന്തുകൊണ്ട് ഒരു നടിക്ക് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് പറയേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഒരു നടിക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് കേരളത്തെ പൊതുവായി അഭിസംബോധന ചെയ്ത് ഇങ്ങനൊരു കുഴപ്പം ഇവിടെ നടക്കുന്നുണ്ട്, അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത് എന്ന് വിരൽ ചൂണ്ടും? അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടിരുന്ന് പറയുന്നതല്ല. ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഏതൊരു സർക്കാരിനായാലും ഒരു സമൂഹത്തിനായാലും എല്ലാത്തിനും അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് പറയുന്ന ഒരു പരാതി ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ആ ഇഷ്യൂമായി പല പ്രാവശ്യത്തിലും നമ്മുടെ മുന്നിലുണ്ടല്ലോ. മഞ്ജു പറഞ്ഞില്ലേ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന്. അല്ല, ഇപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നതിൽ ഒരു വസ്തുതയുണ്ട് എന്ന് ശ്രീ M രഞ്ജിത്ത് തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു. അത് ഏറ്റെടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ് എന്ന് വെച്ചാൽ മഞ്ജു എന്തു പറഞ്ഞു എന്നാണ് അതിൽ നിന്ന് ഏതാണെന്ന് പറഞ്ഞാലും ഇതിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിൽ അതിനെതിരെ ഈ പറയുന്ന സംഘടനകൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇരിക്കുന്നവർ ഒരുമിച്ച് പറയുന്നു, ഇതിനകത്ത് യാതൊരു കാരണവശാലും ആരും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. പക്ഷേ രഞ്ജിത്ത്, അങ്ങോട്ടേക്കൊന്നും അന്വേഷണം എത്താതിരിക്കാനുള്ള വഴികൾ അറിയാം. ഇപ്പൊ തന്നെ ഒരു മുൻകൂർ അത് പക്ഷേ അത് ചോദ്യം ഉത്തരവും വേണം പറയാം. അല്ലല്ല, ഞാൻ പറയുന്ന പുതിയ സാഹചര്യമാണ്. എന്തുകൊണ്ട് ഈ 17-ാം തീയതിയിൽ ഈ കാര്യം നടന്നതിന് ശേഷം ഈ പോലീസ് ഇങ്ങനെയൊക്കെ വല വീശിയിട്ടു? എന്തുകൊണ്ടാണ് 18-ാം തീയതി ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന